ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച ഗാസ സമാധാന ബോർഡിൽ പങ്കാളിയാകാനുള്ള US ക്ഷണം ഇന്ത്യ പുനഃപരിശോധിക്കുന്നതായി കേന്ദ്ര സർക്കാർ സ്ഥിരീകരിച്ചു. മിഡിൽ ഈസ്റ്റിലെ സംഘർഷാവസ്ഥ തുടരുന്നതിനിടെ ഗാസയിൽ സ്ഥിരതയും സമാധാനവും ഉറപ്പാക്കാൻ രൂപീകരിക്കപ്പെടുന്ന പുതിയ സംവിധാനത്തിൽ ഇന്ത്യയുടെ പങ്കാളിത്തം അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയമായ നീക്കമായി കാണപ്പെടുന്നു. ബോർഡിലെ പങ്കാളിത്തം സംബന്ധിച്ച് ഔദ്യോഗികമായി അറിയിപ്പ് ലഭിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല എന്ന് ഡൽഹിയിൽ മാധ്യമപ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് വിദേശകാര്യ വക്താവ് രൺവീർ ജയ്സ്വാൾ സ്ഥിരീകരിച്ചു. അതേസമയം ഫെബ്രുവരി 19 നടക്കാനിരിക്കുന്ന ബോർഡിന്റെ ആദ്യ നിർദ്ദിഷ്ട യോഗത്തിൽ ഇന്ത്യ പങ്കെടുക്കുമോ എന്ന് അദ്ദേഹം വ്യക്തമാക്കിയില്ല. ട്രംപിന്റെ ബോർഡ് ഓഫ് പീസിൽ ചേരാൻ US സർക്കാരിൽ നിന്ന് ഞങ്ങൾക്ക് ക്ഷണം ലഭിച്ചു. ഞങ്ങൾ നിലവിൽ ഈ നിർദ്ദേശം പരിഗണിക്കുകയും അത് പുനർപരിശോധിക്കുകയും ചെയ്യുന്നു, ജയ്സ്വാൾ പറഞ്ഞു. മേഖലയിലെ സമാധാനത്തിനും സംഭാഷണത്തിനും ഇന്ത്യ നൽകുന്ന ദീർഘകാല പിന്തുണ ജയ്സ്വാൾ ആവർത്തിച്ചു. നിങ്ങൾ അറിയുന്നതുപോലെ പശ്ചിമേഷ്യയിൽ സമാധാനം, സ്ഥിരത, സംഭാഷണം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്ന ശ്രമങ്ങളെ ഇന്ത്യ സ്ഥിരമായി പിന്തുണച്ചിട്ടുണ്ട്. ഗാസ ഉൾപ്പെടെ മുഴുവൻ മേഖലയിലും ദീർഘകാലം നിലനിൽക്കുന്ന സമാധാനത്തിന് വഴിയൊരുക്കുന്ന അത്തരമെല്ലാ സംരംഭങ്ങളെയും നമ്മുടെ പ്രധാനമന്ത്രി സ്വാഗതം ചെയ്തിട്ടുണ്ട്, അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗാസയിലെ ഭരണം, പുനർനിർമ്മാണം, സ്ഥിരത എന്നിവയെ പിന്തുണയ്ക്കുന്നതിനുള്ള ഒരു പരിവർത്തന അതോറിറ്റിയായി സ്ഥാപിക്കുന്നതിനെ സ്വാഗതം ചെയ്ത ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ പ്രമേയം 2803 കീഴിലാണ് സമാധാന ബോർഡ് രൂപീകരിച്ചത്. വെടിനിർത്തൽ നിർത്താനും സൈനികവൽക്കരണത്തിനും പുനർനിർമ്മാണ ശ്രമങ്ങൾക്കും പിന്തുണ നൽകാനും അധികാരപ്പെടുത്തിയ ഒരു ബഹുരാഷ്ട്ര സമാധാന പരിപാലന സ്ഥാപനമായി ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സിനായുള്ള പദ്ധതിയുമായി ഇത് ബന്ധിപ്പിക്കുന്നു. ബോർഡിന്റെ ഘടന അമേരിക്കയെ അതിന്റെ ചെയർമാനായി പ്രതിഷ്ഠിക്കുന്നു. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ, സ്റ്റീവ് വിറ്റ്കോഫ്, മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയർ, ലോകബാങ്ക് പ്രസിഡന്റ് അജയ് ബങ്ക്, ജാരഡ് കുഷ്ണർ, മാർക്ക് റോവിൻ തുടങ്ങിയ മുതിർന്ന വ്യക്തികൾ ഉൾപ്പെടുന്ന ഒരു സ്ഥാപക എക്സിക്യൂട്ടീവ് ബോർഡും ഇതിൽ ഉൾപ്പെടുന്നു. ഗാസയിലെ ഒരു എക്സിക്യൂട്ടീവ് ബോർഡ് ഭരണ ശ്രമങ്ങളെ പിന്തുണയ്ക്കുന്നു. സമാധാന ബോർഡിൽ ചേരാനോ പങ്കെടുക്കാനോ ഉള്ള ക്ഷണം നിരവധി രാജ്യങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. സൗദി അറേബ്യ, ഈജിപ്ത്, ഖത്തർ, തുർക്കി, ജോർദാൻ, പാകിസ്ഥാൻ, ഇന്തോനേഷ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നിവരുൾപ്പെടെ പ്രമുഖ അറബ് മുസ്ലിം രാജ്യങ്ങൾ ഗാസ വെടിനിർത്തൽ ഏകീകരിക്കുന്നതിന് പുനർനിർമ്മാണത്തെ പിന്തുണയ്ക്കുന്നതിനുള്ള ഒരു സംവിധാനമായി ഈ സംരംഭത്തെ വിശേഷിപ്പിച്ചുകൊണ്ട് സ്വീകാര്യത സൂചന നൽകിയിരിക്കുന്നു. മൊറാക്കോ, ബഹ്റൈൻ, ഇസ്രായേൽ എന്നീ രാജ്യങ്ങൾ ചേരാൻ സമ്മതിച്ചിട്ടുണ്ട്. റിപ്പോർട്ടുകൾ പ്രകാരം ബോർഡ് ഏകദേശം 60 രാജ്യങ്ങൾക്ക് ക്ഷണം നൽകിയിട്ടുണ്ട്. കൂടാതെ 27-ലധികം രാജ്യങ്ങൾ പങ്കെടുക്കാൻ സമ്മതിച്ചതായി പറയപ്പെടുന്നു. അർജന്റീന, അർമേനിയ, അസർബൈജാൻ, ബഹ്റൈൻ, ഈജിപ്ത്, ഹംഗേറി, ഇന്തോനേഷ്യൻ, ജോർദാൻ, കസാഖിസ്ഥാൻ, കൊസോവോ, മൊറാക്കോ, പാകിസ്ഥാൻ, ഖത്തർ, സൗദി അറേബ്യ, തുർക്കി, UAE, ഉസ്ബെക്കിസ്ഥാൻ, വിയറ്റ്നാം എന്നീ അംഗങ്ങളായി പങ്കെടുത്തിട്ടുണ്ട്. എന്നിരുന്നാലും നിരവധി പരമ്പരാഗത പാശ്ചാത്യ ജനാധിപത്യ രാജ്യങ്ങൾക്ക് പങ്കെടുക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഫ്രാൻസ്, ജർമ്മനി, യുണൈറ്റഡ് കിങ്ഡം, സ്പെയിൻ തുടങ്ങിയ പ്രധാന പാശ്ചാത്യ ശക്തികൾ ഒന്നുകിൽ വിസമ്മതിക്കുകയോ തീരുമാനം വൈകിപ്പിക്കുകയോ അല്ലെങ്കിൽ സംശയാസ്പദമായ ഒരു സമീപനം സ്വീകരിക്കുകയോ ചെയ്തിട്ടുണ്ട്. അതേസമയം ട്രംപിന്റെ ഗാസ ദൗത്യം എതിർത്ത് ഹമാസ് രംഗത്തെത്തിയിരുന്നു. ആയുധം ഉപേക്ഷിച്ച് കീഴടങ്ങില്ല എന്ന് ഗാസയിൽ വിദേശ ഭരണമോ ഇടപെടലോ അംഗീകരിക്കില്ല എന്നും ഹമാസിന്റെ മുതിർന്ന നേതാവ് ഖാലിദ് മിഷേൽ വ്യക്തമാക്കിയിരുന്നു. ദോഹയിൽ നടന്ന കോൺഫറൻസിനിടയിലാണ് ഖാലിദ് മിഷേൽ നിലപാടുകൾ വിശദീകരിച്ചത്. പ്രതിരോധത്തെയും അതിനായി ഉപയോഗിക്കുന്ന ആയുധങ്ങളെയും ക്രിമിനൽ വൽക്കരിക്കുന്നതിന് അംഗീകരിക്കാനാവില്ല, അദ്ദേഹം പറഞ്ഞു. അധിനിവേശത്തിന് കീഴിലുള്ള ജനതയ്ക്ക് പ്രതിരോധം എത്തിയത് അവരുടെ അവകാശമാണെന്നും അത് ലോകത്തെ മറ്റു രാഷ്ട്രങ്ങൾ അഭിമാനപൂർവ്വം കാണുന്നു എന്നാണ് മിഷേൽ കൂട്ടിച്ചേർത്തത്. ഗാസയുടെ ഭരണം പാലസ്തീൻ തന്നെ നിർവഹിക്കണം എന്ന നിലപാടിൽ ഹമാസ് ഉറച്ചു നിൽക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുൻകൈ എടുത്ത് രൂപീകരിച്ച ബോർഡ് ഓഫ് പീസ് എന്ന സംവിധാനം ഗാസയുടെ മേൽ വിദേശ നിയന്ത്രണം അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണ്. അങ്ങനെ ഉണ്ടാകരുതെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഗാസയിലെ ജനങ്ങൾക്കും പാലസ്തീനുമുള്ളതാണ് ഗാസയെന്നും അവിടെ വിദേശ ഭരണമോ പുറത്തു നിന്നുള്ളവരുടെ അധികാരമോ സ്വീകരിക്കില്ല എന്നും മിഷേൽ വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.